മുൻ MLA എ പ്രദീപ് കുമാർ മുഖ്യമന്ത്രിയുടെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറിയാകും. കോഴിക്കോട് മുൻ MLA ആണ് എ പ്രദീപ് കുമാർ. KK രാഗേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയതോടെയാണ് പ്രദീപ് കുമാറിനെ നിയമിക്കുന്നത്. KK രാഗേഷ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയപ്പോൾ ഒഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പദവിയിലേക്കാണ് ഇപ്പോൾ കോഴിക്കോട് നോർത്ത് MLA ആയിരുന്ന എ പ്രദീപ് കുമാറിനെ നിയമിക്കുന്നത്. മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് ഉത്തരവ് നൽകി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയുന്നത്. എ പ്രദീപ് കുമാർ നമുക്കറിയാം, നേരത്തെ തന്നെ DYFIയുടെ നേതാവായും പിന്നീട് CPM-ൻ്റെയും കോഴിക്കോട് നേതാവായി MLA എന്ന നിലയിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. നോർത്ത് MLA ആയി നിരവധി പദ്ധതികളിലൂടെ വിദ്യാലയങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള വിവിധ പദ്ധതികളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട നേതാവാണ്. പക്ഷേ നേരത്തെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പദത്തിലേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന പേരുകളിൽ എ പ്രദീപ് കുമാറിൻ്റെ പേര് ഉയർന്നു കേട്ടിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ ഒരു നേതാവ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിച്ചേരും എന്ന സൂചന തന്നെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് പകരം കോഴിക്കോട് നിന്നും എ പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും പ്രധാന ചുമതലയായ പ്രൈവറ്റ് സെക്രട്ടറി പദവിയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ MV ജയരാജനടക്കം ഈ പദവിയിലുണ്ടായിരുന്നു. പിന്നീട് KK രാഗേഷ് ദീർഘകാലമായി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ചുമതലയിൽ തുടർന്നു. ഒടുവിൽ മുഖ്യമന്ത്രി എ പ്രദീപ് കുമാറിനെ പ്രൈവറ്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത് അത് സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറക്കി കഴിഞ്ഞു.